ഗുഡ് മോർണിംഗ്. ഈ ലെസിക്കൽ ഇഷ്യൂസ് എന്നുള്ളൊരു ടോപ്പിക് എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തുടങ്ങിയായിരുന്നു തോന്നുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം സാധാരണ നിങ്ങൾ പണ്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഒരു സെറ്റ് ഓഫ് ടോക്കൺസ് ആണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും അതും കറക്റ്റാണ്. കാരണം വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. പക്ഷെ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ടോക്കൺസ് അല്ലെങ്കിൽ ലെസിക്കൽ വേർഡ്സിന്റെ സെറ്റാണ്. ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ വേർഡ്സ് അല്ലെങ്കിൽ പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആണ്. അത് മീനിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് തന്നെ ആണെന്നില്ല, ചിലപ്പോൾ സിമ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് ആയിരിക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ കുറെ ടോക്കൺസിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. കുറച്ച് മീനിങ് ഉള്ള കുറച്ച് ടോക്കൺസ്, അല്ലെങ്കിൽ ഓരോ ടോക്കൺ അതിൻ്റെതായ യൂസ് ഉണ്ടാവും. ഇവിടെ ഒരു പ്രോഗ്രാമിലുള്ള ശരിക്കൊരു പർട്ടിക്കുലർ എന്തെങ്കിലും മീനിങ് ഉള്ള എന്തെങ്കിലും യൂസ് ഉള്ള ഒരു വേർഡ്സിനൊക്കെ ടോക്കൺ എന്ന് പറയുന്നത്. ഈ ടോക്കണിനെ കണ്ടുപിടിക്കാൻ, ടോക്കണിനെ അനലൈസ് ചെയ്യുക, ടോക്കണിൽ എറർ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലെസിക്കൽ എന്നുള്ള അനലൈസ് ചെയ്യുക, അങ്ങനത്തെ ലെസിക്കൽ എന്നുള്ള ഗ്രൂപ്പിൽ അല്ല ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ സിലബസ് ലെസിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ശരിക്കും പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാമിലുള്ള ടോക്കൺസ്, ഏതൊക്കെ ടൈപ്പിലെ ടോക്കൺസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിലെ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതിൽ പഠിക്കാനുള്ളത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോണ വേർഡ്സിനെ പല പല ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ജസ്റ്റ് ഏതൊക്കെയാണെന്ന് മാത്രം ജസ്റ്റ് പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഒരു ഇൻഡ് i equal to 0 എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രക്ഷൻ, സിയിലും ജാവയിലൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് പഠിക്കണമെങ്കിൽ ടോക്കൺ എന്താണെന്ന് അറിയണം. ഈ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മീനിങ് ഉള്ള എന്തൊക്കെ വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും കാര്യം എന്തൊക്കെ വേർഡ്സ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് ടോക്കൺസിൽ വന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇൻറ്റ് എന്നുള്ള ഒരു വേർഡ്, ഇതിലെ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ് എന്നുള്ള വേർഡ് ഉണ്ട്. പിന്നെ അത് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന വെച്ചാൽ ഐ എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ലെറ്റർ കാണുന്നുണ്ട്. പക്ഷെ ഇൻറ്റിനെ ഐനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് എന്നുള്ളൊരു കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ സ്പേസും ഗ്യാപ്പും ഒരു ടോക്കൺ, സ്പേസ് എന്നുള്ള ക്യാരക്ടറും ഒരു ടോക്കൺ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഐ എന്നുള്ള ടോക്കൺ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സ്പേസ് എന്നുള്ള ടോക്കൺ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം ഐനെ ഈക്വറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈക്വറ്റ് ഒരു സ്പേസ് പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു എന്നുള്ള സിമ്പല് അതൊരു ടോക്കൺ തന്നെയാണ്. അതിന് ഒരു മീനിങ് ഉണ്ട്. വീണ്ടും ഒരു സ്പേസ് ഉണ്ട്. പിന്നെ 0 എന്നുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെമിക്കോളൻ എന്നുള്ള സിമ്പല് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തീർന്നു കഴിയുമ്പോൾ ഒരു എൻട്രി കീയും കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ടോക്കൺ ആയിട്ട് പറയാം, എൻട്രി കീ പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രക്ഷനിൽ ശരിക്കും ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ് സ്പേസ് ഐ ഈക്വൽ ടു, അതിന് സ്പേസ് ഈക്വൽ ടു സ്പേസ് 0 സെമിക്കോളൻ ആണെങ്കിൽ എൻട്രി കീ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ലൈൻ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻട്രി കീ എടുക്കുന്നില്ല. നെക്സ്റ്റ് ലൈൻ കൂടി ഉണ്ടായെന്ന് വെച്ചെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടായെന്ന് വെച്ചെങ്കിൽ എൻട്രി കീ ഉണ്ടാവും. ഇത്രയും ടോക്കൺസ് ഈ സിംഗിൾ സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഈ ടോക്കൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കും ആ ലെസിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച റെപ്രസെന്റ് ആണ് ലെസിക്കൽ അനാലിസിസ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വലിയ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ കുറെ ടോക്കൺസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത്, ഈ ഓരോ ടോക്കണും ഏത് ഗ്രൂപ്പിൽ വരും എന്നുള്ളതാണ്
ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്കൽ ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ പല സ്ഥലങ്ങളിൽ വൈറ്റ് സ്പേസ് ടൈപ്പ് ചെയ്യേണ്ടത്. വൈറ്റ് സ്പേസ് ടൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ സാധാരണ സ്പേസ് ബാർ, പ്രോഗ്രാമിൽ നടക്കുന്ന സ്പേസ് ടൈപ്പ് ചെയ്യും, സ്പേസ് ബാർ ടൈപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഈ അലൈൻ ചെയ്യാൻ എടുക്കുക, ചിലപ്പോൾ ഒരു ബോർഡ് ബ്രാക്കറ്റിനുള്ളിലെ ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫോർക്കിനുള്ള ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബ് ടൈപ്പ് ചെയ്ത് കുറച്ച് നീക്കി വെക്കാറുണ്ട്. അപ്പൊ ടാബ് എന്നുള്ള കീയും പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ടാബും വൈറ്റ് സ്പേസിന് ഒരു എക്സാമ്പിളാണ്. പിന്നെ ഫസ്റ്റ് ലൈനും അല്ലെങ്കിൽ സെക്കൻഡ് ലൈനും തമ്മിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നമ്മൾ എൻ്റർ കീയും പ്രസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എൻ്റർ കീ സാധാരണ സ്ലാഷ് എന്ന് പറയും, സ്ലാഷ് വെച്ചിട്ട് എൻ്റർ കീ റെപ്രസെന്റ് ചെയ്യാറ്, അതൊക്കെ എൻ്റർ കീ എന്ന് വിളിക്കുന്നതായി. ഈ വൈറ്റ് സ്പേസിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് ബാർ, ടാബ്, എൻ്റർ കീ. ഇത് മൂന്ന് നമ്മൾ പ്രോഗ്രാമിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പ്രോഗ്രാമിലെ കോഡൊക്കെ നമുക്ക് ടാബ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ലൈനോട്ട് വരാൻ വേണ്ടി എൻ്റർ കീ ഒക്കെ യൂസ് ചെയ്യാം. വൈറ്റ് സ്പേസ് ഉള്ളത് ലെക്സിക്കൽ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ടോക്കണിന്റെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ വന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മൂന്ന് സിംബൽസ് വരുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പ് എന്നുള്ളത് ഐഡന്റിഫയർ എന്നുള്ളതാണ്. ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാന്ന് വെച്ചാല്, ഐഡന്റിഫയറിൽ വേരിയബിൾസ് വരാം. എന്തെങ്കിലും കാര്യത്തിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു നെയിം കൊടുക്കുന്നതിനാണ് ഈ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അതാണ് വേരിയബിളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നെയിം കൊടുക്കാറുണ്ട്. പിന്നെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ നെയിം നമ്മൾ കൊടുക്കാറുണ്ട്. ഫംഗ്ഷൻ നെയിം നമുക്കൊരു ഐഡന്റിഫയർ ആണെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. വേരിയബിളൊക്കെ തന്നെ പല ടൈപ്പിലൊക്കെ ഉണ്ട്. ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കുക. പിന്നെ പ്രോഗ്രാമില് എന്തെങ്കിലും കാര്യത്തിന് റെപ്രസെന്റ് ചെയ്യാൻ കൊടുക്കുന്ന നെയിമിനാണ് ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ സം എന്നുള്ള ഒരു ഐഡന്റിഫയർ കൊടുത്തിട്ടുണ്ട്. എന്തോ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ സം എന്നുള്ള വേരിയബിൾ, അത് ഐഡന്റിഫയർ പറയാം. പിന്നെ ബി എന്നുള്ള ഒരു ഐഡന്റിഫയർ അല്ലെങ്കിൽ ബി എന്നുള്ള വേരിയബിൾ, സി എന്നുള്ളൊരു ഐഡന്റിഫയർ ഉണ്ട്. ഫംഗ്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ നെയിമും ഐഡന്റിഫയർ ആയിട്ടൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് ജാവയുടെ പ്രോഗ്രാമിംഗ് തുടങ്ങുമ്പോൾ പഠിപ്പിച്ചു തരാം. കാരണം ഐഡന്റിഫയറിന്റെ നെയിം നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഫംഗ്ഷൻ ഹലോ
ക്ലാസ് ഒന്നുകൊണ്ട് ഇങ്ങനെ കാണുമല്ലോ. ശരി. ചിലപ്പോൾ വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം ഒക്കെ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 എന്ന് പറഞ്ഞിട്ടൊക്കെ വേരിയബിൾ നെയിം കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ചില സിമ്പിൾസ്, കുറേ സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ട്, ഇപ്പൊ സ്ലാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറേ സിമ്പിൾസ് ഒന്നും വേരിയബിൾ ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. റൂൾസ് ഒക്കെ പിന്നീട് സെക്കൻഡ് മോഡ്യൂളിൽ ജാവ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അതൊക്കെ അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും വേരിയബിളിന്റെ നെയിം, ഫംഗ്ഷന്റെ നെയിം ഒക്കെ റെപ്രസെന്റ് ചെയ്യണ വേർഡ്സിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രോഗ്രാമിൽ ലിറ്ററൽസ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ കുറെ ടോക്കൺസ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ പ്രോഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ പ്രോഗ്രാമിൽ ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇനിയിപ്പോ ഈ സം എന്നുള്ള ഐഡന്റിഫയർ സം എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് സ്റ്റാർട്ടിങ്ങിൽ സം റെപ്രസെന്റ് ചെയ്യുന്നത് 1232 ആയിരിക്കും. പക്ഷെ പ്രോഗ്രാമിന് എൻഡ് വരുമ്പോൾ ചിലപ്പോൾ സം റെപ്രസെന്റ് ചെയ്യാൻ 5 ആയിരിക്കും. കാരണം നമ്മൾ സമ്മിന്റെ വാല്യൂ ഇടയ്ക്ക് മാറാൻ ചാൻസ് ഉണ്ടാവും. ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആ ലിറ്ററൽസ് എവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ എന്തെങ്കിലും. കാരണം ഈ 1232 എന്ന് ടൈപ്പ് ചെയ്യുന്നത് ലിറ്ററാണ്, കോൺസ്റ്റന്റ് ആണ്. 1232 പ്രോഗ്രാമിന്റെ എവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1232 തന്നെയായിരിക്കും. അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. അല്ലെങ്കിൽ 2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് പ്രോഗ്രാമിൽ എവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 2 തന്നെ ആയിരിക്കും. ഇപ്പൊ 2 എന്നുള്ളത് ലിറ്ററലാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. 3 എന്നുള്ളത് ലിറ്ററലാണ്, 0 എന്നുള്ള വേറെ ലിറ്ററലാണ്, 10 എന്നുള്ള വേറെ ലിറ്ററലാണ് കൊടുക്കുക. പിന്നെ ഈ ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മൾ ഹായ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹായ് എന്നുള്ളൊരു വേർഡാണ്. ഹായ് എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹായ് തന്നെ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു നെയിം ഈക്വൽ ടു അരുൺ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരുൺ എന്നുള്ളത് പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിൽ അരുൺ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ എൻഡിൽ അരുൺ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ അതിന്റെ വാല്യൂ അരുൺ തന്നെ ആയിരിക്കും. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയും. ചിലപ്പോൾ ഇൻറ്റിജർ നമ്പർ ആയിരിക്കും, സാധാരണ ഇൻറ്റിജർ നമ്പർ ആയിരിക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡോട്ടൊക്കെ ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പിന്നീട് അടുത്ത കൂടി പഠിക്കാനുണ്ടാവും. പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ജാവയിലാകുമ്പോൾ ഏതെങ്കിലും ലെറ്റർ ആയിരിക്കും. ക്യാരക്ടർ ലിറ്റർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ജാവയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ സിംഗിൾ കോഡ്സിനുള്ളിൽ ലെറ്റർ ഉണ്ടാവും. സ്ട്രിങ് എന്നുള്ള ലിറ്ററിലുണ്ട്, അത് ഏതെങ്കിലും വേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും നെയിം ഒക്കെ ആയിരിക്കാം. അത് സ്ട്രിങ് വേർഡൊക്കെ ആണെങ്കിൽ ജാവയിൽ ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുള്ളൂ. അത് പിന്നെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അത് പറഞ്ഞിരിക്കുക. ലിറ്ററൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, അതിന് യൂണിക്കായിട്ടൊരു വാല്യൂ ഉണ്ടാവും. പ്രോഗ്രാമിൽ എവിടെ ആ കോൺസ്റ്റന്റ് യൂസ് ആ ലിറ്ററൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള വാല്യൂ തന്നെയായിരിക്കും എൻഡിലുള്ളത്. കാരണം സാമ്പിൾ എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളിൽ തന്നെ. പിന്നെ ഇത് വെച്ചാല് പ്രോഗ്രാമിൽ കമന്റ് എന്നുള്ള ഒരു ടോക്കൺ ഉണ്ടാവും. പ്രോഗ്രാമിന് പാർട്ടായിട്ട് കമന്റ് എന്നുള്ളൊരു പാർട്ടും ചിലപ്പോൾ വരാം. ഇങ്ങനെ പ്രോഗ്രാം എഴുതി ഈ പ്രോഗ്രാമിൽ കമന്റ് ഒന്നുമില്ല, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലാഷ് ഇട്ട് വെച്ച് കമന്റ് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ആ സം എന്നുള്ള വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളത് കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഈ പ്രോഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും എന്നുള്ളത് ഒരു കമന്റ് ആണ്.
ഒരു കമന്റ് എന്നുള്ള ടോക്കനാണ് ഇത്ര ഒരു ഈ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇനി കമന്റ് എന്നുള്ള ഒരു ലെസിക്കലാണ് ഞാൻ ഈ സെലക്ട് ചെയ്ത് വെച്ചത്. കാരണം കമന്റ് നമുക്ക് അറിയാവുന്നതാണ്, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. പ്രോഗ്രാമിൽ കമന്റ് ഉണ്ടാവും, പക്ഷെ കമന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയല്ല കമന്റ് കൊടുക്കുന്നത്. പ്രോഗ്രാമർക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രോഗ്രാം റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ വേരിയബിളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ കമന്റ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇതൊരു കമന്റ് ആണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ സി പഠിച്ചിട്ടുണ്ടാവും സ്ലാഷ് എന്നുള്ള സിംഗിൾ ലൈൻ കമന്റ് എന്നുള്ളതൊക്കെ. പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ കമന്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കമന്റ് എന്നുള്ളത്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്തെങ്കിലും വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെ ഒരുമിച്ച് നമുക്ക് കമന്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്ലാഷ് സ്റ്റാർ സ്റ്റാർട്ടിങ് കൊടുക്കുക. അതിനുള്ളിൽ നമുക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കമന്റ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമന്റിന്റെ എൻഡിൽ സ്ലാഷ് സ്റ്റാർ കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കമന്റിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ കമന്റ് എന്നുള്ള ടോക്കൺ എക്സാമ്പിൾ ആണ്. ഇതും കമന്റ് എന്നുള്ള ടോക്കൺ എക്സാമ്പിൾ ആണ്. ഇതൊരു ടോക്കൺ, കമന്റ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ ടോക്കൺ. ഇത് വേറെ കമന്റ് എന്നുള്ള വേറൊരു ടോക്കൺ. രണ്ട് ടോക്കൺ ഉണ്ട്. പിന്നെ ഇങ്ങനൊരു ഇതുണ്ട്, ചിലപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവണമെന്നില്ല, പിന്നീട് ജാവ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും. വേറൊരു കമന്റ് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ സാധാരണ ഒരു കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാഷ് സ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലാഷ് സ്റ്റാർ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർ സ്ലാഷ് വെച്ച് എൻഡ് ചെയ്യും. ചിലതിൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് സ്റ്റാർട്ടിങ്ങിൽ സ്ലാഷ് സ്റ്റാർ സ്റ്റാർ രണ്ട് സ്റ്റാർ ഉണ്ടാവും, എൻഡിൽ ഒരു സ്റ്റാർ ഉണ്ടാവുള്ളൂ. ഇതും കമന്റ് തന്നെയാണ്, പക്ഷെ ഈ താഴത്ത് കാണിച്ച കമന്റ് ആയിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് വേണ്ടി തന്നെ ചില വലിയ വലിയ ജാവ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ പ്രോഗ്രാംസ് കഴിയുമ്പോൾ നമുക്കൊരു ഇത് ആവശ്യം വരുള്ളൂ. വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇങ്ങനെ ടൈപ്പ് ചെയ്യുള്ളൂ. ആ പ്രോഗ്രാമത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും, ആ പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആരാ ഡെവലപ്പ് ചെയ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ പ്രോഗ്രാം എങ്ങനെ യൂസ് ചെയ്യാം, അത് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള, ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ടൈപ്പ് ഉണ്ടാവുക. പിന്നെ ജാവയുടെ ഒരു പ്രത്യേക ടൂൾ ഉണ്ട്. ആ ടൂൾ വെച്ചിട്ട് ഈ ഹെൽപ്പിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, സെപ്പറേറ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജാവ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ആ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇത് പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസറിനെ അല്ലെങ്കിൽ പ്രോഗ്രാമറെ ഹെൽപ്പ് ചെയ്യണം, വേറൊരു ഫയലും കൂടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ക്രിയേറ്റ് ആവും. ആലോചിച്ച് അറിയേണ്ട കാര്യമില്ല, അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾ ലാഭം ചെയ്യാൻ പോകുന്ന രീതിയിൽ റൺ ചെയ്യുമ്പോൾ ഇതുകൊണ്ടൊരു യൂസും ഇല്ല. വലിയ വലിയ കമ്പനികളിൽ വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിങ് കൊടുക്കും. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ജാവ കമ്പൈലറിന്റെ ടൂൾ യൂസ് ചെയ്തിട്ട് ഇത് പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം യൂസ് ചെയ്യണ ആളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ഫയൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ആകുന്നുള്ള രീതി മാത്രം മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോഗ്രാം ആകുമ്പോൾ ഈ റൺ ചെയ്യുന്ന ആളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന മാനുവലൊക്കെ പോലെ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഫയൽ ഇവിടെ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് പറഞ്ഞു തന്നത്. പിന്നെ അടുത്ത ഒരു ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീവേഡ്സ് എന്ന് പറയും. അത് പ്രോഗ്രാമില് പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ആയിട്ട് മീനിങ് അല്ല, അല്ലെങ്കിൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൻ്റെയൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു ആരും അല്ലെങ്കിൽ 23 എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല എന്ത് ചെയ്യണം എന്നുള്ള പ്രോഗ്രാമിലോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. കീവേഡ്സ് മിക്കവാറും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ പാർട്ടായിട്ട് വന്ന് ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്ന രീതിയിൽ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അടുത്ത ഇത് പ്രോഗ്രാമിൽ നോക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിൽ ഇൻഡ് എന്നുള്ളത് കീവേഡാണ്. കാരണം ജാവയുടെ സിന്റാക്സ് അനുസരിച്ചുള്ള ഒരു വേർഡാണ്. പിന്നെ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്തിരുന്ന വേർഡല്ല, ജാവയിലുള്ള ഒരു വേർഡ് തന്നെ ഇൻഡ് എന്നുള്ളത്. നമ്പർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോക്കൺ എന്ന് പറയാം. സം എന്നുള്ള പ്രോഗ്രാമർ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നത്, അതൊക്കെ ഇഷ്ടമുള്ള വേർഡാണ് യൂസ് ചെയ്യാൻ പറ്റും. സം 1 സം 2 ലെസ് 1 എന്നൊക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പൊ സം എന്നുള്ള കീവേഡ് എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം ആ പ്രോഗ്രാമർക്ക് ആ വേരിയബിൾ ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാമെന്നായിരുന്നു. നമ്പർ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡ് തന്നെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇൻഡിജർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇൻഡ് തന്നെ കൊടുക്കാതെ വേറെ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. കാരണം ഇൻഡ് എന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്, ആ സിറ്റുവേഷനിൽ ഇൻഡ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഫോർ എന്നുള്ള കീവേഡ്, അതൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാവയിൽ ബിൽറ്റിനായിട്ടുള്ള വേർഡാണ് ഫോർ എന്നുള്ളത്. ഫോറിന് തന്നെ കൊടുക്കാതെ വേറെ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോറിന് തന്നെ സ്റ്റാർട്ടിങ് കൊടുക്കണം. അതൊരു കീവേഡാണ്. പിന്നെ സിസ്റ്റം ഔട്ട് എന്നുള്ളൊക്കെ കീവേഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലത് ജാവയിലെ കമ്പൈലറുള്ള ബിൽറ്റിനാണ് വേറെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് വേണ്ടി വേറെ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തന്നിക്കണം. കുറച്ച് വേർഡ്സ് ഒക്കെ കുറെ ബിൽറ്റിനായിട്ട് കോഡാണ് ഈ ഔട്ട് പ്രിന്റിൽ നിന്നൊക്കെ ഉള്ളത്. ഈ ഔട്ട് എന്നുള്ളതൊന്നും കീവേഡെന്ന് അതാണ് പറയാറില്ല, ചില ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല. പിന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ബുക്കിൽ ഇപ്പൊ ഫോർ ലൂപ്പ് കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നിച്ച് കുഴപ്പമൊന്നുമില്ല. ഫോർ ലൂപ്പ് കീവേഡാണ്. സിസ്റ്റം മിക്കവാറും ഒരു പറഞ്ഞിട്ടുണ്ടാവില്ല. സിസ്റ്റം എന്നുള്ള സാധനം ഒരു ക്ലാസ് ആണ്, വേറെ പ്രോഗ്രാം എഴുതുന്നത്. ഇതൊക്കെയാണ് കുറെ എന്നും എല്ലാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോർ ലൂപ്പിന് സ്റ്റാർട്ടിങ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫോർ, ഈഫിന്റെ സ്റ്റാർട്ടിങ് റെപ്രസെന്റ് ഈഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ബൂലിയൻ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള സ്റ്റോറിയാണ് വരും. ബൂലിയൻ, അങ്ങനെ ബ്രേക്ക്, വൈറ്റ് കേസ്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സിനൊക്കെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ വേർഡ് കാണുമ്പോൾ ജാവയുടെ കമ്പൈലർ മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, മനസ്സിൽ ചെയ്തോളൂ. ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നെയിം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ബിൽറ്റിൻ ഫംഗ്ഷൻ നെയിമാണ് പ്രിന്റ്എൽ എന്നുള്ളത്. ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നെയിംസും അല്ലെങ്കിൽ ക്ലാസ് നെയിംസ് അതൊന്നും കീവേഡ്സ് സാധാരണ പറയില്ല. സിസ്റ്റം എന്നുള്ള ബിൽറ്റിൻ ആയിട്ടുള്ള സിസ്റ്റം ജാവയിലുള്ള കമ്പൈലറാണ്. കമ്പൈലർ അല്ല, ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കീവേഡ് എന്ന് പറയില്ല.
പിന്നെ അടുത്ത ടോക്കൺസ് വന്നിട്ടുണ്ടെങ്കിൽ ജാവ കുറേ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പറേറ്റേഴ്സിന് വീണ്ടും 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജാവയുടെ ഓപ്പറേറ്റേഴ്സും ഒരു ഗ്രൂപ്പും സെപ്പറേറ്റേഴ്സും 2 ഗ്രൂപ്പും. ഓപ്പറേറ്റേഴ്സും തന്നെ സെപ്പറേറ്റേഴ്സും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചില ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചില ബുക്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റേഴ്സും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ ഈ കോപ്പി ചെയ്ത് ഈ മെറ്റീരിയലിൽ ഓപ്പറേറ്റേഴ്സിൽ ശരിക്കും ഈ അരിത്മെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഓപ്പറേഷൻ എന്നുള്ള ഗ്രൂപ്പിൽ വന്നിട്ടുള്ളൂ. പ്രോഗ്രാം അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ ചെയ്യേണ്ടി വരും. ഓരോ കാൽക്കുലേഷൻ വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ സിമ്പിൾസിന്റെ ഗ്രൂപ്പായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടോക്കണിൽ വരും. പിന്നെ അതുപോലെ സെപ്പറേറ്റേഴ്സ് ശരിക്കും അത് ഓപ്പറേറ്റേഴ്സ് പാർട്ടായിട്ട് തന്നെ ചില ബുക്കിലൊക്കെ പറയാറുള്ളത്. സെപ്പറേറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു കാര്യം ആ പ്രോഗ്രാമിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിരിക്കുക. അതിന് പെട്ടെന്നത് കാരണം ഈ സെപ്പറേറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ വേർഡിന് എന്തെങ്കിലും ഒരു മീനിങ് വരും. അതിപ്പോൾ ഒരു ആരെ ഡിഫൈൻ ചെയ്യുന്ന വിചാരിക്കുക, ആരുടെ നെയിം ഒരു എന്നുള്ള ആരെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ സൈസ് കൊടുക്കണം. സൈസ് 20 ആണെന്ന് വിചാരിക്കുക. ആ സൈസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ തീരുന്നു എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ആ സൈസ് എന്നുള്ള നമ്പറിന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾസ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്നുള്ളത് സെപ്പറേഷൻ എക്സാമ്പിളാണ്. വേറെ അരയുടെ സൈസ് ലൊക്കേഷനൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ സർക്കുലർ ബ്രാക്കറ്റ് മിക്കവാറും ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും മിക്കവാറും സർക്കുലർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ നെയിം ഏതാണ്, എൻ്റെ ആർഗ്യുമെന്റ്സ് ഏതാണെന്നുള്ളത് പ്രോഗ്രാമിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ആ സിമ്പിളാണ് സർക്കുലർ ബ്രാക്കറ്റ് എന്നുള്ളത്. അതേപോലെ കോമ ഉണ്ട്. കോമ കുറെ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഓരോ ആർഗ്യുമെന്റ്സും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമ എന്നുള്ള ടോക്കൺ യൂസ് ചെയ്യാം. അതേപോലെ കർലി ബ്രാക്കറ്റ് ഉണ്ട്. കർലി ബ്രാക്കറ്റ് സാധാരണ യൂസ് ചെയ്യാൻ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ടിങ് എവിടെയാണ് എൻ്റെ എവിടെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർ ലൂപ്പൊക്കെ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കുക. ഫോർ ലൂപ്പ് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പിന്റെ ബോഡിയിൽ മിക്കവാറും മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ആ ഫോർ ലൂപ്പിന്റെ ബോഡി എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കർലി ബ്രാക്കറ്റ് എന്നുള്ള ടോക്കൺ യൂസ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്തേണ്ട കാര്യമില്ല, ജസ്റ്റ് ഏതൊക്കെ സിമ്പിൾസ് ആണെന്നുള്ളത് മാത്രം ആൻസറിൽ എഴുതിയാൽ മതി. അതുപോലെ ഡബിൾ കോഡ്സ് ആണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആണെന്ന് പറയാം. കാരണം സ്ട്രിങ്സ് വരുമ്പോൾ അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ വരുമ്പോൾ ആ വേർഡ്സിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡ് എവിടെയാണെന്നൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ സെന്റൻസിൽ മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടാവും. ആ സെന്റൻസിന് സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡ് എവിടെയെന്ന് കാണിക്കാൻ വേണ്ടി ജാവ പ്രോഗ്രാമിൽ നിന്നൊക്കെ ആയിരിക്കും. ഈ സ്ട്രിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ സ്ട്രിങ് ഇവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാർക്ക് ചെയ്യാൻ വേണ്ടി ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാം. സ്വന്തമായിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളത് സാറ് ഒക്കെയാണ്. സിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഈ വേർഡ്സ് ഓർത്ത് ചെയ്യുക. വൈറ്റ് സ്പേസ് ടോക്കൺ ഉണ്ട്, അത് നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി, ഓർത്തിരുന്നാൽ മതി.
കാരണം നെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആൻസർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൊന്നുമില്ല, ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുള്ളൂ. വൈറ്റ് സ്പേസ്, ഐഡന്റിഫയർ വെറ്റ് വേരിയബിൾ, ഫംഗ്ഷൻ, കമന്റ്, ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഓരോ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റേഴ്സിൽ പർട്ടിക്കുലർ വേർഡ് വേർഡ്സിന്റെ സ്റ്റാർട്ടിങ് എൻഡ് എവിടെയാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. കീവേഡ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. എന്ത് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഈ ലെക്സിക്കൽ ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കിൽ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരുള്ളൂ. ഇത്തരം കീവേഡ്സ് അല്ലെങ്കിൽ ഇത്തരം ടോക്കൺസ് ഉണ്ടെന്നുള്ള കാര്യം എഴുതുക. ഓരോ ടോക്കൺസിൽ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും തന്നെ ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളതും ലിസ്റ്റ് ചെയ്യുക. വൈറ്റ് സ്പേസിൽ എഴുതുമ്പോൾ ഇതുപോലെ സ്പേസ് ടാബ് എൻ്റർ കീയൊക്കെയാണ് ആ ഗ്രൂപ്പിൽ തന്നെ എന്നുള്ള പറയുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ എഴുതി പോവുക. കമന്റിന്റെ സിൻടാക്സ്, ഐഡന്റിഫയറിന്റെ സംഭവമൊക്കെ കാണിക്കുക. ഗാർബേജ് കളക്ഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട്. നിങ്ങളിത് ടെസ്റ്റിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ കൺഫ്യൂഷൻ ആകും ചിലപ്പോൾ. കാരണം ഇതിന്റെ ശരിക്കുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും നല്ലോണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജാവ കുറെ ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള യൂസ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്തത്. കാരണം ജാവ ഫസ്റ്റ് മോഡലിൽ അവിടെ ഇൻട്രസ്റ്റിന്റെ പാർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇത്. അപ്പൊ ഇതിന്റെ ഡെപ്തിൽ ശരിക്കും മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ഈ ഗാർബേജ് കളക്ഷൻ എന്നുള്ളത് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ പിന്നെ ജാവയുടെ അഡ്വാൻറ്റേജസ് ചോദിക്കുമ്പോഴും വേണമെങ്കിൽ ഇതൊക്കെ ഇത് ജാവയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ജാവയിലുള്ളൊരു അഡീഷണൽ ഫീച്ചറാണിത്. സിവിലി ഈ ഗാർബേജ് കളക്ഷൻ ഒന്നുമില്ല, C++ലൊന്നുമില്ല. ശരിക്കും ഇതൊരു അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോഴും ജാവയുടെ അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോഴും ഈ പോയിന്റ് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗാർബേജ് കളക്ഷൻ എന്നുള്ള ഫീച്ചർ ജാവയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും കുറെ മെമ്മറി സേവ് ചെയ്യുക എന്നുള്ളതാണ്. റാമിൽ ഉള്ള മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. ജാവയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഗാർബേജ് കളക്ഷൻ എന്നുള്ളത്. നമുക്കൊരു പ്രോഗ്രാം എഴുതി വിചാരിക്കാം. പ്രോഗ്രാം എഴുതി കഴിയുമ്പോഴേക്ക് കാരണം പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലോട്ട് മാറ്റിയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് കാരണം പ്രോഗ്രാം റാമിലായിരിക്കുള്ളൂ. റാമിലാണെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പ്രോഗ്രാം മുഴുവനായിട്ട് റാമിലുണ്ടാവും, അല്ലെങ്കിൽ ആ പ്രോഗ്രാമത്തിന്റെ ഒരു പാർട്ടായിരിക്കും റാമിലുള്ളത്. ചെറിയ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ റൺ ചെയ്യുന്നതിന് സാധാരണ രീതിയിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ആ പ്രോഗ്രാം റാമിലോട്ട് ലോഡ് ചെയ്തിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അങ്ങനെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ നിങ്ങൾ സിയിലൊക്കെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, യൂണിയൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ശരിക്കും റാമിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്പേസ് എടുക്കുന്നുണ്ട്. നിങ്ങളൊരു സിയിൽ ഇൻറ്റ് ഇൻറ്റ് i = 4 എന്ന് പറഞ്ഞ് എഴുതി വിചാരിക്കാം. അപ്പൊ അതിനുള്ള വേരിയബിൾ നിങ്ങൾ സിയിൽ ഡിഫൈൻ ചെയ്തിട്ടാണ്. ശരി, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സിയിൽ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നത് വെച്ചാൽ റാമിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പേസ് എടുക്കും. കാരണം വിൻഡോസിലൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റാമിന്റെ ഉള്ളിൽ നിന്ന് 2 ബൈറ്റ് എടുക്കും, ലിനക്സിലാണെങ്കിൽ 4 ബൈറ്റ് എടുക്കും. അത് കമ്പനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്ന് 2 ബൈറ്റ് സ്പേസ് എടുത്തിട്ട് ആ സ്പേസിൽ കൊണ്ടുപോയിട്ട് 4ന്റെ ഇക്വലൻ്റായിട്ടുള്ള ബൈനറി സ്റ്റോർ ചെയ്യും. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് ഐക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നിന്ന്
2 ബൈറ്റ് അല്ലെങ്കിൽ 4 ബൈറ്റ് വേസ്റ്റ് ആയിട്ടുണ്ട്. ഈ പ്രോഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എടുത്തു വെച്ച സ്പേസ് വേറൊരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ. അതായത് നിങ്ങൾ ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേർഡ് ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും, റൺ ചെയ്യുന്നുണ്ടാവും. സി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സി പ്രോഗ്രാം റാമിനുള്ള കുറച്ച് സ്പേസ് എടുത്ത് അതിൽ കുറേ വേരിയബിൾസിന്റെ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ആ റാമിൽ നിന്ന് അത്രയും സ്പേസ് പോയി. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം എടുത്ത് വേറൊരു പ്രോഗ്രാമിന് ആ സ്പേസ് തൽക്കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കളഞ്ഞ് ഉണ്ടെങ്കിൽ മാത്രമേ വേറെ പ്രോഗ്രാമിന് ആ റാമിൽ സ്പേസ് എടുക്കാൻ പറ്റുള്ളൂ. പ്രശ്നം എന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ സിയില് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കൊക്കെ ഉണ്ട്. അത് സി നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് നല്ലോണം അറിയാൻ വഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉള്ള ഒരു ഫീച്ചർ സിയിലൊക്കെ ഉണ്ട്, സി പ്രോസസ്സിൽ ജാവയിലൊക്കെ ഉണ്ട്. പക്ഷെ സിയിൽ അത് ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് പ്രോഗ്രാമർക്ക് തന്നെ റാമിൽ നിന്ന് കുറച്ച് സ്പേസ് എടുക്കാം, ആ സ്പേസിൽ എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യാം. ഡൈനാമിക് റൺ ടൈമിൽ റാമിലെ കുറച്ച് സ്പേസ് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ സിയിൽ അങ്ങനെ നമ്മൾ സ്പേസ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോഗ്രാമറും ഓർത്തിരിക്കണം. ഇങ്ങനെ MLOK എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. തൽക്കാലം ഞാൻ സിന്റാക്സ് കറക്റ്റായിട്ട് എഴുതുന്നില്ല. MLOK എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 4 കൊടുത്തു വിചാരിക്കാം, അല്ലെങ്കിൽ 6 കൊടുത്തു വിചാരിക്കാം. ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ സിയിൽ വർക്ക് ചെയ്യുമ്പോൾ സിന്റാക്സ് കറക്റ്റ് അല്ല, ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ സിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാമിൻ്റെ ഉള്ളിൽ നിന്ന് 6 ബൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എടുത്തിട്ട് ആ സ്പേസിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് സി എന്നുള്ള ഒരു വേരിയബിളിട്ട് വരും. ശരിക്കും ആ സിന്റാക്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റാമിലെ 6 ബൈറ്റ് നിങ്ങൾ സിയിൽ ഇങ്ങനെ എടുത്തങ്ങനെയാണ്. പക്ഷെ കുറെ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്ത് പോയി, ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. കുറെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സി എന്നുള്ള അല്ലെങ്കിൽ 6 ബൈറ്റിന്റെ യൂസ് ഈ പ്രോഗ്രാമുക്ക് കഴിഞ്ഞെന്ന് വിചാരിക്കുക. എന്ത് പർപ്പസിന് വേണ്ടിയാണോ അത് 6 ബൈറ്റ് എടുത്തത് അതിന്റെ ആവശ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെ പക്ഷെ ഈ പ്രോഗ്രാമർ അത് ഓർത്തിരിക്കണം. അതായത് മെമ്മറിയിൽ നിന്ന് 6 ബൈറ്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് സിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള പ്രോഗ്രാമർ ഓർത്തിരുന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ പ്രോഗ്രാമർ തന്നെ ആ മെമ്മറി യൂസ് ചെയ്യുന്നില്ല, ഫ്രീ ആക്കി എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വരും. മെമ്മറി എടുക്കുന്നതും പ്രോഗ്രാമർ ഇൻസ്ട്രക്ഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അതിന്റെ പ്രോഗ്രാമർ ഓർത്തിരിക്കണം ഞാൻ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുമ്പോൾ അത് ഫ്രീ ആക്കിയും വേണം. പ്രോഗ്രാമർ ആ ലൊക്കേഷൻ ഫ്രീ ആക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമർ ആ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നില്ല, വേറെ ആർക്കും ആ ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിറ്റുവേഷൻ വരും. അതിനകത്ത് OS അസൈൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ 6 ബൈറ്റ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ അസൈൻ ചെയ്യും. ആ 6 ബൈറ്റ് OS വേറൊരു പ്രോഗ്രാമിനെ അസൈൻ ചെയ്യില്ല. തൽക്കാലം ഇങ്ങനെ പറഞ്ഞിരിക്കുക. സിയിലും C++ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമർ ആയിരിക്കും സാധാരണ മെമ്മറി പോയിട്ട് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമർ തന്നെ അത് ഫ്രീ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ പ്രോഗ്രാമർ ഓർത്തിരിക്കണം. പ്രോഗ്രാമിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറെ മെമ്മറി എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മെമ്മറി എടുത്ത് എപ്പോഴൊക്കെ ഫ്രീ ആവും എന്നുള്ളതെല്ലാം പ്രോഗ്രാമർ ഓർത്തിരുന്ന് അതിനനുസരിച്ച് ഫ്രീ ആക്കി കൊടുത്തില്ലെങ്കിൽ കുറെ മെമ്മറി വേസ്റ്റ് ആവും. കുറച്ച് സൈസ് കൂടിയ പ്രോഗ്രാം കുറെ ലൂപ്പൊക്കെ ഉള്ള പ്രോഗ്രാംസ് ഒക്കെ വിചാരിക്കാം. അപ്പൊ ഒരു ലൂപ്പിനുള്ളിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ MLOK വെച്ച് സ്പേസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ലൂപ്പ് ഇത് കൊടുത്തേക്കുന്നത് ഒരു ഫോർ ലൂപ്പിനുള്ളിലായി വിചാരിക്കാം. വാല്യൂ 0 തുടങ്ങി അതിന്റെ വാല്യൂ ഒരു 100 വരെ വേരി ചെയ്യുന്ന രീതിയിലുള്ള ലൂപ്പിനുള്ളിലാണ് ഇത് കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ പ്രോഗ്രാമിൽ റാമിന്റെ ഉള്ളിൽ നിന്ന് ഒരു 600 ബൈറ്റ്സ് എടുത്തിട്ടുണ്ടാവും. കാരണം ഒരു ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്യുമ്പോഴേക്കും 6 ബൈറ്റ് എടുത്തിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് C കൊടുത്ത് വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും, അടുത്ത 6 ബൈറ്റ് എടുക്കും, സിയിൽ അസൈൻ ചെയ്യും, അങ്ങനെ എടുത്തെടുത്ത് പോകണം. പക്ഷേ ടോട്ടൽ 600 ബൈറ്റ്സ് ഈ പ്രോഗ്രാമർ റാമിൽ നിന്ന് എടുക്കുന്നുണ്ട്.
ആദ്യം 6 ബൈറ്റ് എടുത്ത് അതിനത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത 6 ബൈറ്റ് എടുക്കുന്നത്. പക്ഷെ ഈ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ എടുത്ത സ്പേസ് ഒക്കെ ഈ ഫ്രീ എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അയാൾ പ്രോഗ്രാമർ ഫ്രീ ആക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ അറിയുന്നില്ല ഇങ്ങനെ ഒരു ആ ലൊക്കേഷൻ ഇപ്പൊ പ്രോഗ്രാമർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് സിസ്റ്റം അറിയില്ല. അപ്പൊ സിസ്റ്റം അല്ലെങ്കിൽ OS ഇപ്പോഴും അസ്യൂം ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ പ്രോഗ്രാമർ ആ 600 ലൊക്കേഷൻസും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതായിരിക്കും. പ്രോഗ്രാമർ ഇപ്പോൾ ലാസ്റ്റ് 6 ബൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്റ്റാർട്ടിങ്ങിൽ എടുത്ത 94 ബൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ പ്രോഗ്രാമർ ഫ്രീ ആക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്ര മെമ്മറി ശരിക്കും ഒരു വേസ്റ്റ് ടൈപ്പ് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്ന വേറെ പ്രോഗ്രാംസ് നമുക്ക് റാമിൽ ആ സ്പേസ് എടുക്കാൻ പറ്റില്ല. ഒരു ചിലപ്പോൾ ലോജിക്കലോ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റാമിലെ കുറേ സ്പേസ് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അതെല്ലാം ഫ്രീ ആക്കാൻ വിട്ടുപോകും. അപ്പോൾ റാമിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ഇങ്ങനെ സൈസ് ഇങ്ങനെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വലിയ സി പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ കുറച്ച് മോശമായിട്ടുള്ള സി പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാമിലെ സ്പേസ് മുഴുവൻ തീർന്നു പോകാൻ ചാൻസ് ഉണ്ടാവും. പ്രോഗ്രാമർ ഓർത്തിരുന്നിട്ട് പ്രോഗ്രാമർ അതിനെ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കണം. ജാവയിൽ വേറൊരു ഫീച്ചർ ഉണ്ട്. ജാവയുടെ കമ്പൈലർ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ജാവയുടെ വെർച്വൽ മെഷീൻ അത് ജാവയുടെ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് കണ്ടുപിടിച്ചോളും. പ്രോഗ്രാം എന്തെങ്കിലും ഫ്രീ ആക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടാവും. ആ ടൂളും ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യും ഏതൊക്കെ സ്പേസ് എടുത്തിട്ടുണ്ട്. ആ എടുത്തേക്കുന്ന സ്പേസ് പ്രോഗ്രാം ഇനി യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതെല്ലാം ആ ഇൻസ്ട്രക്ഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ വരുന്ന മോഡുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. പ്രോഗ്രാമിൽ കുറെ സ്പേസ് മെമ്മറി എടുത്തുകൊണ്ടിരിക്കുന്നു. അയാൾ ഫ്രീ ആക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ജാവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെ മെമ്മറീസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ മെമ്മറീസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യാത്തതെന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പർട്ടിക്കുലർ ബ്ലോക്ക് പ്രോഗ്രാം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ ജാവയുടെ കമ്പൈലർ തന്നെ അല്ലെങ്കിൽ ആ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആ മെമ്മറി ഫ്രീ ആക്കും. അതായത് പ്രോഗ്രാമർ ആണ് ശരിക്കും ഫ്രീ ആക്കേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടിയിരുന്ന വെച്ചാൽ പ്രോഗ്രാമർ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ജാവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട്, കാരണം ഇന്ന ബ്ലോക്ക് പ്രോഗ്രാമർ ഇനി യൂസ് ചെയ്യില്ല എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ബ്ലോക്ക് മെമ്മറി ഫ്രീ ആക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബ്ലോക്ക് ഓഫ് മെമ്മറി വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പ്രോഗ്രാമിന് അത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തൊക്കെ വെച്ചാൽ ലൂപ്പ് ഇട്ട് മെമ്മറിയിൽ നിന്ന് 6 ബൈറ്റ് എടുത്തിട്ട് അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് C കൊടുത്ത് അത് എന്താ പർപ്പസിന് വേണ്ടി ആ C യൂസ് ചെയ്യുന്ന വിചാരിക്കാം. ഞാൻ പറഞ്ഞ ലോജിക് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൊടുത്തങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഒന്നുമല്ല. മെമ്മറിയിൽ നിന്ന് 6 ബൈറ്റ് എടുത്തിട്ട് ആ 6 ബൈറ്റ് എന്തോ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത 6 ബൈറ്റ് എടുത്ത് സ്റ്റാർട്ടിംഗ് ആയിട്ട് സിയിൽ വെച്ചിട്ട് അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഈ ലൂപ്പിനുള്ളിൽ C പ്രോഗ്രാമർ ഈ എടുക്കുന്ന സ്പേസ് ഫ്രീ ആക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 100th തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 6 ബൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം 94 ടൈംസ് 6 ബൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 94 × 6 അത്രയും സ്പേസ് മെമ്മറി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതുവരെ ഫ്രീ ആക്കിയിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ഏകദേശം 600 എടുത്ത് ബൈറ്റ് റാമിൽ നിന്ന് സ്പേസ് ഈ പ്രോഗ്രാമിന് വേണ്ടി എടുത്തിട്ട് നമ്മൾ ഫ്രീ ആക്കിയിട്ടില്ല. അപ്പോൾ OS ഇപ്പോൾ അസ്യൂം ചെയ്യണമെന്ന് വെച്ചാൽ ആ 600 ബൈറ്റ്സോളം ഈ പ്രോഗ്രാം ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അസ്യൂം ചെയ്യുള്ളൂ. OS ആ 600 ബൈറ്റ് ചെയ്യും. ആ 600 ബൈറ്റ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അത് OS അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ സിറ്റുവേഷൻ ആണ് ജാവയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ
റൺ ചെയ്യുമ്പോൾ റണ്ണിങ് ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ട്, ജാവ വെർച്വൽ മെഷീൻ ഉണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യും. ഈ ലോജിക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുപിടിച്ചോളും. ലൂപ്പ് ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പെടുത്ത 6 ബൈറ്റ് പിന്നീട് യൂസ് ചെയ്യുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ തവണ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും തൊട്ട് മുമ്പെടുത്ത 6 ബൈറ്റ് ഇങ്ങനെ ഫ്രീ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ജാവയിലാണ് ഇതേപോലത്തെ ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 6 ബൈറ്റ് മാത്രമേ റാമിൽ നിർത്തുണ്ടാവുള്ളൂ. അപ്പോൾ ലൂപ്പ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ ഈ സി പിന്നെ പുതിയതാണ് യൂസ് ചെയ്യുമ്പോൾ പഴയത് യൂസ് ചെയ്യുന്നില്ല മനസ്സിലാക്കിയിട്ടത് ഫ്രീ ആക്കിക്കൊണ്ടിരിക്കും. അത്രയും സ്പേസ് ഒരു ഏകദേശം ഒന്ന് സെയിം സി പ്രോഗ്രാമും ജാവ പ്രോഗ്രാമും സെയിം ലോജിക്കുള്ള പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സി പ്രോഗ്രാമിന് റാമിൽ നിന്ന് കൂടുതൽ സ്പേസ് മിക്കവാറും വേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് വരുമ്പോൾ സി പ്രോഗ്രാം വേസ്റ്റ് ആക്കി കളയാൻ ചാൻസ് ഉണ്ടാവും. ജാവ പ്രോഗ്രാം മിനിമം മെമ്മറിയിൽ റൺ ചെയ്യാൻ പറ്റും. കാരണം മിക്കവാറും ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറി സേവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാവും. പ്രോഗ്രാമർ മെമ്മറി എടുത്തു കഴിഞ്ഞിട്ട് ആ മെമ്മറി ഫ്രീ ആക്കുന്നതിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. പ്രോഗ്രാമിന്റെ ലോജിക്ക് സിമ്പിൾ ആവും. കാരണം മെമ്മറി യൂസ് ചെയ്യുന്ന മെമ്മറി ഫ്രീ ആക്കുക എന്നുള്ളതിനെ കുറിച്ച് പ്രോഗ്രാം പറയണ്ട. അത് അവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും, ബാക്ക്ഗ്രൗണ്ട് ചെയ്തോളും. ഉണ്ട്. ജാവയുടെ രീതിയിലൊരു എക്സാമ്പിൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളേജിന്റെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ജാവ പ്രോഗ്രാം ഒക്കെ എഴുതണമെന്ന് വിചാരിക്കാം. ജാവയുടെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റ് രീതിയിലാണ് ജാവ പ്രോഗ്രാം എഴുതുന്നത്. അത് ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട് സെക്കൻഡ് മോഡ്യൂളിലൊക്കെ. അപ്പോൾ കോളേജിന് വേണ്ടിയിട്ട് ഒരു ജാവ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ പ്രോഗ്രാമർ ആദ്യം ചെക്ക് ചെയ്യാറുള്ളത് ആ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ടാവും എന്നുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പിലെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കോളേജിന്റെ ഓട്ടോമേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുപോലെ ടീച്ചർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ലൈബ്രറി റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ പ്രോഗ്രാമർ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റുഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് മുഴുവനും കൂടി സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യും. ടീച്ചറിന് ആവശ്യമായിട്ടുള്ള കോഡ് മുഴുവൻ ടീച്ചർ എന്നുള്ള ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യും. ലൈബ്രറി റിലേറ്റഡ് ആയിട്ട് കോഡ് ഉണ്ടെങ്കിൽ ലൈബ്രറി എന്നുള്ള ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യും. അങ്ങനെ സിമിലർ ആയിട്ടുള്ള കോഡുകൾ പർട്ടിക്കുലർ ക്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ആ ക്ലാസ്സിലോട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഡിസൈനൊക്കെ സിമ്പിളാവും. അപ്പോൾ സ്റ്റുഡൻറ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. കാരണം സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നെയിം സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് സ്റ്റുഡൻറ്റ് ഏജ് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഏജ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ, ഫോൺ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ, പിന്നെ ചിലപ്പോൾ കോളേജിൽ ചിലപ്പോൾ സ്റ്റുഡൻറ്റിന് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഓൾ പാസ് ആണ് എല്ലാം ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതൊരു കാൽക്കുലേഷനാണ്. അത് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ഇൻഡ് ഓൾ പാസ് എന്ന് എഴുതുന്നുണ്ട്. ഓൾ പാസ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തൊക്കെയാണ്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് എല്ലാ സബ്ജക്റ്റും പാസ്സാണെന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ അതിൻ്റെ CGPA എന്നുള്ള ഫംഗ്ഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ ബോർഡിൽ മിക്കവാറും പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ CGPA ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഗ്രേഡ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള കോഡൊക്കെ എഴുതുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെയായിരിക്കും സാധാരണ ജാവയിൽ പ്രോഗ്രാം എഴുതാനുള്ളത്. അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോരോ ഫംഗ്ഷൻസ് ഇവിടെ ഡിഫൈൻ ചെയ്ത് പോകും. അത് ചെയ്യാനുള്ള കോഡൊക്കെ ടൈപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു അരുൺ എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ, അജിത്ത് എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ എന്തോ കാര്യങ്ങൾ പ്രോഗ്രാം യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ ജാവ പ്രോഗ്രാമിൽ സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് ചെയ്യാനുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സിൻടാക്സിനെ കുറിച്ച് പറയേണ്ട, ജസ്റ്റൊക്കെ പിന്നീട് പഠിക്കാനുള്ളതാണ്.
ഒരു അരുണിന്റെ എന്നുള്ള സ്റ്റുഡന്റ് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആ ക്ലാസ്സിനെ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിനെയും ഒരു വേരിയബിൾ നെയിം ന്യൂ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിനെയും ഇങ്ങനെ കൊടുക്കും. പിന്നെ സിന്റാക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇത് ചെയ്ത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നടക്കണമെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്പേസ് മെമ്മറിയിൽ നിന്ന് എടുക്കും. ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് എടുത്തിട്ട് അതിന് സ്റ്റാർട്ടിംഗ് അഡ്രസ് S1 എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യും. വീണ്ടും ഒന്നുകൂടി സ്റ്റുഡന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ സെക്കൻഡ് സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുണ്ട് വിചാരിക്കാം. അപ്പോൾ വീണ്ടും ഒന്നും കൂടി കൊടുത്തു. വീണ്ടും റാമിൽ നിന്ന് സ്പേസ് എടുത്തിട്ട് S2 എന്നുള്ള ആ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് S2 കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കണതാണ് റാങ്ക് കാണിച്ചേക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇതുപോലെ ഓരോ റോയും ഓരോരോ ബൈറ്റിന്റെ ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കും. അപ്പം സ്റ്റുഡൻറ്റിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴേക്ക് റാമിൽ നിന്ന് കുറച്ച് സ്പേസ് എടുത്തിട്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ഈ 5001 എന്ന് വിചാരിക്കും. സ്റ്റുഡൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഇനി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഈ ലൊക്കേഷൻസിൽ സ്റ്റോർ ആവുള്ളൂ. ഇപ്പോൾ ആണെന്ന് ചെയ്യുന്ന വിചാരിക്കാം, 20 ആണ് ഏജ് എന്ന് വിചാരിക്കാം, ഏജ് ചിലപ്പോൾ അടുത്ത ലൊക്കേഷനിലായിരിക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് പോകും. വീണ്ടും നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റുഡന്റ് വേറൊരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസും കൂടി സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വേറെ സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വേറെ റാമിന് വേറെ പൊസിഷനിൽ നിന്നായിരിക്കും. 5100 ഉള്ള ലൊക്കേഷനിൽ നിന്നായിരിക്കും അതെടുത്തേക്കുന്നത്. ആ ലൊക്കേഷനിലായിരിക്കും ആ സ്റ്റുഡന്റിന്റെ പേരും ഏജൊക്കെ സ്റ്റോർ ചെയ്യണത്. ഇങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ഓരോ സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ C++ പ്രോസസ് ചെയ്ത് പോകുമ്പോൾ ആ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറി സ്പേസ് എടുത്ത് പോകുന്നുണ്ട്. ഇങ്ങനെ വിചാരിക്കാം. ഇപ്പം അരുന്നുള്ള സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഈ പ്രോഗ്രാമർ C അല്ലെങ്കിൽ C++ ഒക്കെ ആണെങ്കിൽ പ്രോഗ്രാമർ ഓർത്തിരിക്കണം അരുണിന്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഈ S1 ഫ്രീ ആക്കണം എന്നുള്ളത് പ്രോഗ്രാമർ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ അരുണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ശരിക്കും ഇനി അരുണിന്റെ ഡീറ്റെയിൽസ് റാമിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അടുത്തിലുണ്ടാവും. പിന്നെ റാമിൽ വീണ്ടും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. റാമിൽ വീണ്ടും സ്റ്റോർ ചെയ്ത് ഇടുന്നാൽ വേറെ പ്രോഗ്രാമിംഗ് സ്പേസ് എടുക്കാനും പറ്റില്ല. ഇത് ജാവയിലാണ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ജാവയുടെ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഐഡന്റിഫൈ ചെയ്തോളൂ. S1 യൂസ് കഴിഞ്ഞെന്നുള്ളത് നല്ല രീതിയിൽ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും, ഫ്രീ ആക്കി കളയും. അങ്ങനെ ഫ്രീ ആക്കി കളയുന്നതുകൊണ്ട് ഈ ലൊക്കേഷൻ ഇനി വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി OSന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജാവ പ്രോഗ്രാമിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും, കുറേ ക്ലാസ് ഉണ്ടാവും, കുറേ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ റൺ ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഒബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ സ്പേസും എല്ലാ ടൈമിലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കുറച്ച് സ്പേസ് സ്റ്റാർട്ടിങ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആക്കി കളയണം, അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഒരു 2000 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കും. നമ്മളിപ്പോൾ ലാസ്റ്റ് 2 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് മാത്രമേ 1 സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമേ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത 2000 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് റാമിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അത്ര സ്പേസ് വെറുതെ വേസ്റ്റ് ആയി പോയതാണ്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത മെമ്മറീസ് ജാവയുടെ സോഫ്റ്റ്വെയർ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കുക, അങ്ങനെ കളക്ട് ചെയ്തെടുക്കും. അങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഫ്രീ ആക്കി എടുക്കും. കാരണം ഗാർബേജ്, അത് യൂസ് ചെയ്യാത്ത കുറച്ച് മെമ്മറി പണ്ട് യൂസ് ചെയ്തിരുന്നുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വേസ്റ്റാണ്, അത് ഗാർബേജ് ആക്കി എടുക്കണേ. അങ്ങനെ ഗാർബേജ് ആയിട്ട് വേസ്റ്റ് ആക്കി എടുക്കുന്ന മെമ്മറീസിന് ജാവയുടെ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ ഐഡന്റിഫൈ ചെയ്തെടുത്തിട്ട് ആ സോഫ്റ്റ്വെയർ തന്നെ അത് ഫ്രീ ആക്കും. വേസ്റ്റ് ആയിട്ട് ശരിക്കും മെമ്മറി കിടക്കൂല. അപ്പം മെമ്മറി കൂടുതൽ ഫ്രീ ആകും തോറും പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഒക്കെ ഓട്ടോമാറ്റിക് സ്പീഡായി തുടങ്ങും. ഇതൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഈ ഗാർബേജ് കളക്ഷനിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഇന്നിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമിലാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ആ ഡൗട്ട് ആണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായിരുന്നോ?
അങ്ങനെ വലിയ ഡെപ്തിൽ അത് മനസ്സിലാക്കണമെന്നില്ല. കാരണം ജാവയുടെ പ്രോഗ്രാമിൽ പഠിച്ചു തുടങ്ങിയാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ. ഓവർ ബേസിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി.